ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ കെച്ചപ്പും തയ്യാറാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കിലോ പഴുത്ത തക്കാളിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാളയുടെ പകുതി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്. ഇത് നമ്മൾ 1 കിലോ തക്കാളിയുടെ അളവാണ് പറഞ്ഞത്. ഇത് കറക്റ്റ് മധുരവും ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വയ്ക്കണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കിലോ തക്കാളിക്കേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റാണ്. പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 15-20 മിനിറ്റോളം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 20 മിനിറ്റ് വേവിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു കളറ് കിട്ടും. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ സ്പൂണ് വലുതായതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. വിനാഗിരി കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ആ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇത് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ടൊമാറ്റോയുടെ അരിയൊക്കെ ഇല്ലാതെ നമ്മുടെ സോസിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. നമ്മൾ ടൊമാറ്റോ സോസ് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇതിനെ ഇപ്പം നമ്മൾ ടൊമാറ്റോ സോസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുറച്ചുകൂടി തിക്കാക്കി എടുക്കാനുണ്ട്. അപ്പോഴാണ് നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ഒരു തിക്കിലും കിട്ടത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ചെയ്യണം. 5 മിനിറ്റ് മാത്രം ഇത് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1 മിനിറ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ റെഡിയാക്കാം. ഇപ്പം കോളിഫ്ലവറൊക്കെ വിലക്കുറവാണ്. ഈ സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും കോളിഫ്ലവർ ഫ്രൈയും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത കോളിഫ്ലവർ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഞാനിപ്പോൾ മൈദമാവിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലവറിൽ തയ്യാറാക്കാം. കോൺഫ്ലവറും അരിപ്പൊടിയും ചേർത്തും തയ്യാറാക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദമാവിന് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പുട്ടിൻ്റെ തരിതരിപ്പുള്ള അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്.
ഇനി നമുക്കിതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. സാദാ ജീരകമല്ല, പെരിഞ്ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാവിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർക്കാം, ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്ത ബൗൾ ചെറുതായിപ്പോയി. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് ഇതൊന്ന് മാവ് ലൂസാക്കി എടുക്കാം. ഒരുപാട് കട്ടിയൊന്നും വേണ്ട. അപ്പം ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചതൊന്ന് മാവ് ലൂസാക്കി എടുക്കാം. കോൺഫ്ലവറിൽ മാത്രവും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മാവൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന കോളിഫ്ലവർ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറും ചേർത്തതിന് ശേഷം ഉടയാതെ ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരും ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ മസാലകളെല്ലാം നമ്മുടെ കോളിഫ്ലവറിൽ പിടിച്ച് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വയ്ക്കണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ കോളിഫ്ലവർ വെന്തതാണ്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്ന സമയത്ത് ജോയിൻ്റായി ഇരുന്നാലും ഫ്രൈ ആയി വരുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കളറ് വന്നേനെ. കണ്ടോ, കാണാൻ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്, സൂപ്പർ കളറുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഈ സമയത്തൊക്കെ ഒന്ന് വാങ്ങി ഫ്രൈ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇനി നമുക്ക് ബാക്കി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ക്രിസ്പിയാണ്, കഴിക്കാനായിട്ടും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കാണാനും കഴിക്കാനും സൂപ്പറാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്ക് എല്ലാവർക്കും ബായ്.